ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണോ സ്റ്റഡി വ്ളോഗ് ആണോ എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ക്ലാസ് പോകുന്ന ഒരു ദിവസമാണ്. രാവിലെ എണീറ്റ് കുളിച്ചു. എണീറ്റ വാർഡ് തന്നെ കുളിക്കും. അതാവുമ്പോൾ ക്ലാസ് പോകുന്ന ടൈം ആവുമ്പോഴേക്കും മുടിയൊക്കെ ഉണങ്ങി സെറ്റാവും. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് തിങ്കളാഴ്ചയാണ്. ചൊവ്വാഴ്ച ഒരു എക്സാമും ഉണ്ട്. എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എൻ്റെ കയ്യിലില്ല. മെറ്റീരിയൽസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ആണിത്. യൂട്യൂബ് ക്ലാസ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ നോട്ട്സ് എഴുതിയത്. ക്ലാസ്സിലേക്ക് പോകേണ്ട ടൈം ആയി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. ഒരു നോട്ട്ബുക്ക്, പിന്നെ അത്യാവശ്യം വേണ്ട പെന്ന്, പെൻസിലൊക്കെയാണ് എടുത്തത്. ബാഗ് പാക്ക് ചെയ്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ഹാഫ് ബോയിൽഡ് എഗ്ഗും പഴവും ഹോർലിക്സും ആണ്. അതൊക്കെ വേഗം കുടിച്ച് ഞാൻ റെഡിയായി ക്ലാസ്സിലേക്ക് പോകാൻ ഇറങ്ങി. 9 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. 10 മണിക്കാണ് ക്ലാസ്. ബസ്സൊക്കെ കിട്ടി ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു പോവുകയാണ്. ക്ലാസ്സിൽ ഞാനാണ് ഫസ്റ്റ് എത്തിയത്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വൈകുന്നേരം ക്ലാസ് വിട്ടിട്ടുള്ള കാര്യമാണ് കാണിച്ചു തരുന്നത്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് മീൻസ് ഇങ്ങനത്തെ പച്ചക്കറിയും ബേക്കറി അങ്ങനത്തെ ഒക്കെ വാങ്ങാൻ കയറി. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. വൈകുന്നേരമാണല്ലോ, അപ്പോൾ ചായൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി, കുളിച്ച് ഫ്രഷായി. എന്നിട്ട് ചായ കുടിച്ചു. നാളെയാണ് എക്സാം വരുന്നത്. അപ്പം എല്ലാം വേഗം കഴിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തിങ്കളാഴ്ച സാധാരണ ക്ലാസ് ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് വെച്ചതുകൊണ്ട് ഇന്നത്തേക്ക് പഠിക്കാൻ മാറ്റി വെച്ച ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാനും പറ്റിയില്ല. കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോട്ടിലിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്നെയൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് തലയൊക്കെ കുളിക്കാറ് വൈകുന്നേരം. പക്ഷെ ഇപ്പം വൈകുന്നേരം തല കുളിക്കുമ്പോൾ നല്ല തുമ്മൽ, ജലദോഷമൊക്കെ വരുന്നതുകൊണ്ട് രാവിലെയാണ് തല കുളിക്കാറ്. അതുകൊണ്ട് വൈകുന്നേരം കുളിച്ചപ്പോൾ തല നനച്ചില്ല. അങ്ങനെ ഫ്രഷായി ഇരുന്ന് പഠിക്കാൻ നോക്കുകയാണ്. ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എന്ന് പറഞ്ഞത്. എന്നിട്ട് ആ ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം നടത്തും. ഇത് ഇവിടെ ചേർന്നിട്ടുള്ള ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് എങ്ങനെയാണ് എന്താണ് ഒന്നും അറിയില്ല. 4 ചാപ്റ്ററിന്റെ നെയിമൊക്കെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു ചാപ്റ്ററിന്റെ നോട്ട് ഞാൻ എഴുതി വെച്ചല്ലോ, കഴിഞ്ഞ ദിവസം എഴുതി വെച്ചു. ഇനി 3 ചാപ്റ്റേഴ്സും കൂടിയുണ്ട് പഠിച്ചു തീർക്കാൻ. ഇന്നലെ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ച് റിവൈസ് ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് അതാണ് തുടങ്ങുന്നത്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നൊരു ബുക്ക് വാങ്ങാനുണ്ട്. അതെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം നന്നായിട്ട് പോകുന്നുണ്ട്. നോട്ട്സൊക്കെ എഴുതി അതൊന്ന് പഠിച്ച് യൂട്യൂബ് ക്ലാസ് കണ്ടു വരുമ്പോഴേക്കും നല്ലോണം ടൈം എടുക്കുന്നുണ്ട്. അതൊന്ന് വായിച്ച് റിവൈസ് ചെയ്തിട്ട് ഇനി ബാക്കി 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി അതിൻ്റേതൊക്കെ നോട്ട്സായിട്ട് എഴുതിയെടുക്കണം. അതിലൊരു ചാപ്റ്റർ ചെറുതായതുകൊണ്ട് അത് എഴുതണമെന്നില്ല. അപ്പോൾ ബാക്കി 2 ചാപ്റ്റേഴ്സാണ് എഴുതിയെടുക്കാനുള്ളത്, പഠിക്കാനും ഉള്ളത്. ഇനി അതിൻ്റെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഫോണിൽ ഞാൻ യൂട്യൂബ് ക്ലാസ് കാണാറില്ല. കയ്യിൽ ലാപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ TV കണക്ട് ചെയ്തിട്ടാണ് ക്ലാസ് കാണുന്നത്. ഫോണിൽ ക്ലാസ് കാണുമ്പോൾ ഡിസ്ട്രാക്റ്റ് ആയി പോവും. മെസ്സേജോ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ പോവും. എന്നിട്ട് പഠിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ യൂട്യൂബ് ക്ലാസ് കാണാൻ നിൽക്കാത്തത്. ഒരു 20 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും അത് കണ്ട് അതിന് വെച്ച് നോട്ട് എഴുതി അപ്പോഴേക്കും 1 മണിക്കൂർ വരെ ആയി വരുന്നുണ്ട്. കുറച്ച് പേര് വീഡിയോസിൽ പേര് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, അതിൽ ഞാൻ പറയാം. അങ്ങനെ 3 ചാപ്റ്റേഴ്സിൽ 2 ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൂമിൽ പോയിട്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇനി ഒരു ചാപ്റ്ററിൻ്റെ നോട്ട്സാണ് എഴുതാനുള്ളത്. മറ്റേ ചാപ്റ്റർ ഞാൻ എഴുതുന്നില്ല. അത് PDF ആയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. ഒരു പേജൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എഴുതാൻ നിൽക്കുന്നില്ല. പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആ ചാപ്റ്ററാണ് ഈ ഒരു സെഷൻ എക്സാമിൽ കുറച്ച് ടഫായിട്ട് വരുന്നത്. ഇനി ഇപ്പോൾ എഴുതിക്കൊണ്ടുവന്ന നോട്ട്സാണ് വായിച്ച് ഒന്ന് സെറ്റ് ചെയ്യാനുള്ളത്. ഞാൻ കഴിയുന്ന പോലെ എഴുതുമ്പോൾ തന്നെ പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ടൈം തീരെയില്ല. ഇപ്പം പഠിക്കണം. ഇനിയും 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനും കൂടെ ഇന്ന് ടൈം കിട്ടുമോ നോക്കണം. അതുകൊണ്ട് വേഗം പഠിച്ചു തീർക്കുകയാണ്. എഴുതി കൊണ്ടുവന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് എഴുതിയൊക്കെ നോക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം ഞാൻ ഈ ഒരു ദിവസമാണ് അത്യാവശ്യം ഒന്ന് പഠിച്ചത്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം സ്റ്റഡി വ്ളോഗ്സ് ഇനിയും വേണം, പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് വേണം, പിന്നെന്താ അങ്ങനെയൊക്കെ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗായിട്ട് വരും എന്ന് വിചാരിക്കുന്നു. ഞാൻ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫോണിലുള്ള നോട്ടവും കുറഞ്ഞിട്ടുണ്ട്. ക്യാമറ സെറ്റ് ചെയ്യും, എന്നിട്ട് വേഗം പഠിക്കാൻ നോക്കും. ഫസ്റ്റ് എക്സാം ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മൊത്തം നോക്കുന്നത്. അങ്ങനെ ഞാൻ അന്ന് 2 ചാപ്റ്റേഴ്സ് നോക്കി.
പക്ഷെ എനിക്ക് മൂന്നാമത്തെ ടഫായിട്ടുള്ള പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റർ അന്ന് നോക്കാൻ പറ്റിയില്ല. അത് ഞാൻ രാവിലെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ ചാപ്റ്റർ PDF ആയിട്ടുള്ളത് കിടക്കാൻ നേരം ഫോണിൽ നോക്കിയിട്ട് വായിക്കാനുള്ളതാണ്. അപ്പം അതൊരു പേജ് മാത്രം ഉള്ളതുകൊണ്ട് അത് വേഗം കഴിയും. അപ്പോൾ അത് കിടക്കാൻ നേരം വായിച്ചിട്ടുണ്ട്. ഇനി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കണം. 2 ചാപ്റ്റേഴ്സാണ് ആ ഒരു ടൈമിൽ നോക്കിക്കഴിഞ്ഞത്. അപ്പോൾ അത് രണ്ടും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് 2 ചാപ്റ്റേഴ്സും കൂടിയാണ്. ഞാൻ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇന്ന് കറക്റ്റ് ക്ലാസ് ഉള്ളതുകൊണ്ട് വീട്ടിലിരുന്ന് അത്ര പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം തീർക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ തീരുന്നുമില്ല. ഇനിയും 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. രാവിലെ പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ സൈഡിൽ മോർണിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ്. ഈ നോട്ട്സ് എഴുതാനില്ലെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ വായിച്ചു കഴിഞ്ഞ് പഠിച്ചു കഴിയുമായിരുന്നു. പക്ഷേ നോട്ട്സും കൂടി എഴുതാനുള്ളതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ നോട്ട്സ് എഴുതി പഠിക്കുന്നതാണ് നല്ലത്, ഓർമ്മയിലുണ്ടാവും. എനിക്ക് നാളെയാണ് എക്സാം വരുന്നത്. അപ്പം ഇത്രയും ടൈം എടുത്ത് പഠിക്കാനും പറ്റൂല. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ആ പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റർ PDF നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് നെക്സ്റ്റ് മോർണിംഗ് ആണ്. 6:30 ആയപ്പോൾ ഞാൻ എണീറ്റു. പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. സാധാരണ ദിവസമാണെങ്കിൽ ഞാൻ എണീറ്റപാട് പോയിട്ട് കുളിക്കും. പക്ഷേ എക്സാമിന് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് പോകാൻ നേരം കുളിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റാൽ തുമ്മൽ പതിവാണ്. അപ്പം അതിനുള്ള പ്രിക്കോഷനായിട്ട് ടൈഗർ ബോമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടും 6 തുമ്മലൊക്കെ ഞാൻ തുമ്മിക്കഴിഞ്ഞു. ഇനി പഠിക്കാൻ നോക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ ഒരു PDF ഫയൽ വായിക്കും ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അത് എണീറ്റപാട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പെൻഡിങ് ആയിട്ട് അതാ ഒരു ചാപ്റ്റർ, അതാണ് തുടങ്ങുന്നത്. ഈ ചാപ്റ്റർ പഠിച്ച് തീരുമോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും തീർക്കുകയും വേണം. ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കുറച്ച് കൺഫ്യൂഷനായിട്ട് വരുന്ന ചാപ്റ്റർ. ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫോൺ ചാർജിലിട്ടിട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി പോയി. ഇന്നലത്തേതുപോലെ തന്നെ TVൻ്റെ അടുത്ത് പോയിരുന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നോക്കിയിട്ട് നോട്ട്സ് എഴുതുകയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച കാപ്പി ഞാൻ കുടിച്ചില്ല. അതൊക്കെ കുടിച്ച് സെറ്റായി അവിടെ പോയി നോട്ട്സൊക്കെ എഴുതി വന്നിട്ടുണ്ട്. ഇതാണ് നോട്ട്സ്. ഗവൺമെൻറ് അത് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് വരും ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ. അപ്പം നോട്ട്സും എഴുതി കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാപ്പിയും തീർന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ പഠിക്കാനാണ് ബാക്കി. നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്, പഠിച്ചു തീർക്കണം. ഇതും എഴുതുമ്പോൾ ക്ലാസ് കാണുമ്പോൾ ഒക്കെ ഞാൻ കഴിവതും പഠിച്ചു തീർക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കാൻ നോക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മുടെ റൂം ടൂറിൻ്റെ കാര്യം. എല്ലാ വീഡിയോസിൻ്റെ കമൻസിൽ റൂം ടൂർ എന്നുള്ള ഒരു കമൻറ്റെങ്കിലും എപ്പോഴും കാണാറുണ്ട്. എൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. അത് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അല്ല, അതിൻ്റെ അടുത്ത വീഡിയോ ആണ് റൂം ടൂറായിട്ട് വരിക. അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വലിയ ട്രാൻസ്ഫോർമേഷനൊന്നും ഞാൻ വരുത്തുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു 2-3 ചേഞ്ചും കൂടി ഞാൻ വരുത്താൻ നോക്കാം. പക്ഷേ അങ്ങനെ മേജർ ട്രാൻസ്ഫോർമേഷനൊന്നും ഇല്ല. എൻ്റെ മനസ്സിലുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ വെച്ച് ഈ റൂമിൽ കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ട്. അതായത് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അത് വേണം ഇത് വേണം എന്നൊക്കെ റൂമിൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ നല്ല സമയമെടുക്കും. പിന്നെ അത്യാവശ്യം പൈസയും വേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഡിസംബർ 2nd വീക്കൊക്കെ ആകുമ്പോഴേക്കും ഞാൻ റൂം ടൂർ ചെയ്യാൻ നോക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നോട്ട്സൊക്കെ ഇതാ 3 നോട്ട്സ് ഇതാ ഞാൻ എഴുതി വെച്ചത്. ഇതിനൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കണം. കാരണം അത്രയും കഷ്ടപ്പെട്ട് എഴുതിയല്ലേ, അത് മിസ്സായി പോകാൻ പാടില്ലല്ലോ. അങ്ങോട്ട് എത്തിയപ്പോഴേക്കും നല്ല തിരക്കായി. ഇനി കുളിക്കാനുണ്ട്, ഡ്രസ്സൊക്കെ മാറ്റാനുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്, ക്ലാസ് പോകാനുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴേക്കും സാധാരണ ഇതൊക്കെ കഴിയാറുണ്ട്. അപ്പം ഇന്നിതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ നോട്ട്സ്. ഇനി അടുത്ത ആഴ്ചയും ഇങ്ങനെ തന്നെ 4 ചാപ്റ്റേഴ്സിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റഡി മെറ്റീരിയലൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഒരു 24 hours ഉൾപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള 24 hours ആയിരുന്നു. എനിക്ക് കുറച്ചുകൂടി അധികം പ്രൊഡക്റ്റീവായിരുന്നു. നമ്മൾ ലാസ്റ്റ് പഠിച്ച ആ ചാപ്റ്ററും ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു 24 മണിക്കൂറാണ് കണ്ടത്. സെയിം ടീഷർട്ടാണല്ലേ. തലേ ദിവസം കുളിച്ചിട്ട് ഒരു അരമണിക്കൂറല്ലേ രാവിലെ ഇടുന്നുള്ളൂ. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ക്ലാസ് പോകുന്നുണ്ടല്ലോ. എന്നിട്ട് വൈകുന്നേരം വന്ന് മേല് കുളിച്ചിട്ട് ഈ സെയിം ഡ്രസ്സ് എടുത്തിടും. പിറ്റേ ദിവസം കുളിച്ച് കഴിഞ്ഞിട്ട് മാറ്റും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.